Welcome to Semester 3 Complementary Electronics for BSc Physics 9. Today we see Astable Multivibrator. Astable Multivibrator class number E30 E30. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഈ നോൺ സൈനസോയ്ഡൽ ഓസിലേറ്റേഴ്സിലെ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്ററാണ്. ഇതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റനായിട്ട് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. വാട്ട് ഈസ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ? ദാറ്റ് വി റൈറ്റ് ആസ് AMV, അസ്റ്റേബിൾ multivibrator. An unstable multivibrator has no stable states. ഇത് സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. Once the multivibrator is on, it changes its states on its own after a certain time period which is determined by the RC. C സഫിക്സ് ഇല്ല, നേരെ എഴുതണം. R-C. RC സർക്യൂട്ട് എന്ന അർത്ഥം. RC നേരെ പൊക്കി എഴുതണം. RC time constants. The DC power supply or VCC is given to the circuit for its operation. ഇതിൻ്റെ പ്രവർത്തനത്തിന് ഒരു DC പവർ കൊടുക്കണം VCC. ഇതിൻ്റെ വർക്കിംഗ് തീരുമാനിക്കുന്നത് RC സർക്യൂട്ടാണ്. നമുക്കറിയാമല്ലോ RC സർക്യൂട്ട്, CR സർക്യൂട്ട്, അതിനൊരു ടൈം കോൺസ്റ്റൻ്റ് ഉണ്ട് CR. ആ CR എന്ന് പറഞ്ഞ ടൈം കോൺസ്റ്റൻ്റ് അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സിയുടെയും ആറിൻ്റെയും വാല്യൂ വ്യത്യാസപ്പെടുത്തിയാൽ ആ സ്ക്വയർ വേവിൻ്റെ ആ ഷേപ്പ്, അതിൻ്റെ സ്പേസിങ് നമുക്ക് വ്യത്യാസപ്പെടുത്തി എടുക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഈ കാണുന്നതാണ്. നോക്കി, രണ്ട് പുറം തിരിഞ്ഞിരിക്കുന്ന രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട്. ക്യൂണിക്യൂട്ട് ഐഡൻറ്റിക്കലാണ്. പിന്നെ അവയിൽ 4 റെസിസ്റ്റേഴ്സ് നമ്മൾ മുകളിൽ കാണിച്ചിട്ടുണ്ട്. R1, R2, R3, R4. ആ C1 കപ്പാസിറ്റേഴ്സ്. ആ ക്രോസ് കണക്ഷൻ നടക്കി നോക്കുക. അപ്പോൾ കപ്പാസിറ്ററിന് അപ്പുറം ഇപ്പുറം റെസിസ്റ്റേഴ്സ് രണ്ടിടത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. സപ്ലൈ സോഴ്സ് VCC, താഴെ ഗ്രൗണ്ട് ഉണ്ട്. ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്ററിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഒന്നാമത്തിൽ നിന്ന് എടുക്കാം. എവിടെ വേണമെങ്കിലും ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്. ഇതാണ് സർക്യൂട്ട്. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ്, 2 കപ്പാസിറ്റി, പിന്നെ ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്റി. ഔട്ട്പുട്ട് എടുക്കാൻ ട്രാൻസിസ്റ്റർ ഐഡൻറ്റിക്കലാണ്. Q2 ഐഡൻറ്റിക്കലാണെങ്കിലും ചെറിയ പാരാമീറ്റർ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ അവിടെ പറഞ്ഞത് ദ ഫോളോയിങ് ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് എ സ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. ഈ പടം വരച്ചിട്ട് എഴുതാൻ തുടങ്ങിയാലും മതി. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. 2 transistors named Q1 and Q2 are connected in feedback to one another. ബാക്ക് ടു ബാക്ക് കൊടുക്കുമ്പോഴാണ് ഫീഡ്ബാക്ക് ആയിട്ട് വരുന്നത് ഇവിടെ. The collector of transistor Q1 is connected to the base of transistor Q2 through the capacitor C1 and vice versa. The emitters of both the transistors are connected to the ground. The collector load resistors R1 and R4 and the biasing resistors R2 and R3. ആ പടത്തിൽ നമ്മൾ കണ്ടതാണ്. R1, R2, R3, R4 are of equal values. The capacitors C1 and C2 are also of equal values. അപ്പോൾ 4 റെസിസ്റ്റേഴ്സ് തുല്യവിലയാണ്, 2 കപ്പാസിറ്റിക്ക് തുല്യവിലയാണ്. അപ്പോൾ ഫോർമുല, അതിൻ്റെ പീരീഡ് ഫ്രീക്വൻസി ഫോർമുല സിംപ്ലിഫൈ ചെയ്യാനായിട്ട് അതാവശ്യമാണ്. ഓപ്പറേഷൻ മൾട്ടിവൈബ്രേറ്റർ. ഇപ്പോൾ ഓപ്പറേഷൻ അല്പം ലെങ്തിയാണ്. നമ്മൾ അത് എല്ലാം ഒന്ന് ഓർത്തിരിക്കുക. എക്സാമിനേഷൻ പോയി പറയുകയാണെങ്കിൽ അല്പം പ്രയാസമാണ്. നമുക്ക് അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫൊക്കെ കൂട്ടി ഒന്ന് എഴുതിയാൽ മതി. ഓപ്പറേഷൻ അസ്റ്റേബിൾ മൾട്ടിവൈബ്രേറ്റർ. വെൻ VCC supply voltage is applied, the collector current of the transistor increase as the collector current depends upon the base current in the manner IC = beta IB. ഇപ്പം നമ്മളൊരു VC കൊടുക്കുമ്പോൾ IB കൂടും, അങ്ങനെ IC കൂടാം. As no transistor characteristics are alike, one of the 2 transistors, say Q1, has its collector current increase and that thus increases and that conducts. The collector of Q1 is applied to the base of Q2 through C1. This connection lets the increased negative voltage at the collector of Q1 to get applied at the base of Q2 and the collector current decreases. അപ്പോൾ ഈ പറഞ്ഞ അർത്ഥമാണ്. ഇപ്പോൾ രണ്ടും ഐഡൻറ്റിക്കൽ സർക്യൂട്ടാണ്. ആ ഫീഡ്ബാക്കിൽ കൊടുത്തിരിക്കുകയാണ്, ബാക്ക് ടു ബാക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം കണ്ടക്ട് ചെയ്യും,
അപ്പോൾ ഏതാണ് കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ ക്യൂണായിരിക്കും അല്ലെങ്കിൽ കൂട്ടുമായിരിക്കും. അപ്പോൾ രണ്ട് ട്രാൻസിസ്റ്റർ ഐഡൻറ്റിക്കലാണെങ്കിലും രണ്ടും ഒപ്പം കണ്ടക്ട് ചെയ്യും എന്ന് പറയാനാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഫീച്ചർ വ്യത്യാസമുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ട്രാൻസിസ്റ്ററാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കമ്പാരിസണായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് ഓട്ടക്കാർ ഓടാൻ നിൽക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേപോലെയുള്ള ഓട്ടക്കാരാണ്, ഒരേ സ്പീഡിൽ ഓടുന്നവരാണ്. എങ്കിലും നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ കമാൻഡ് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ വിസിൽ അടിക്കുമ്പോൾ ഈ രണ്ടുപേരും സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. അപ്പോൾ രണ്ടുപേരും ഐഡൻറ്റിക്കലാണെങ്കിലും ഒരാൾ അല്പം നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതതിൻ്റെ പ്രകൃതിയാണ്, രീതിയാണത്. രണ്ടുപേരും ഒരേ ടൈപ്പ് ഓട്ടക്കാരാണെങ്കിലും ഒരാൾ പെട്ടെന്ന് ഇത് സിഗ്നൽ പിക്കപ്പ് ചെയ്യും, അയാൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും. രണ്ടുപേർക്കും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് ആരാണ്, എ ആണോ ബി ആണെന്ന് പറയുക പ്രയാസമാണ്. അതേ രീതിയിലാണ് ഇവിടെ Q1 Q2 ഐഡൻറ്റിക്കൽ ട്രാൻസിസ്റ്റേഴ്സാണ്. എന്തെങ്കിലും ഒരു പാരാമീറ്റർ വ്യത്യാസം കാണും. അതുകൊണ്ട് ഒന്നെങ്കിൽ Q1 കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ Q2 ആദ്യം കണ്ടക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ നോട്ടിനകത്ത് പറയുന്നത് Q1 കണ്ടക്ട് ചെയ്യും എന്ന് വിചാരിക്കുക. This continuous action makes the collector current of Q2 to decrease further. This current, when applied to the base of Q1, makes it more negative, and the cumulative actions Q1 gets into saturation and Q2 to cut off. Thus, the output voltage Q1 will be BC saturation and Q2 will be equal to BCC. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യും, രണ്ടാമത് കണക്ട് ചെയ്യുന്നില്ല, രണ്ടാമത് കണക്ട് ചെയ്യുമ്പോൾ ഒന്നാമത് കണക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ആക്ഷൻ. ഇനി സംഭവിക്കുന്നത്, അപ്പോൾ ആദ്യം നമ്മളൊരു ഓൺ സ്റ്റേറ്റ് കാര്യം പറഞ്ഞു. The capacitor C1 charges through R1, and when the voltage across C1 reaches 0.7 volt, അറിയാമല്ലോ 0.7 കട്ട് ഓഫ് വോൾട്ടേജ് ആണ്. This is enough to turn the transistor Q2 to saturation. As this voltage is applied to the base of Q2, it gets into saturation, decreasing its collector current. This reduction of voltage at a point B is applied to the base of transistor Q1 through C2, which turn the capacitor Q1 to cut off and the transistor Q2 to saturation. Now point A in the figure has the potential VCC. The capacitor C2 charges through R2. The voltage across the capacitor C2 when gets to 0.7 volt turns on the transistor Q1 to saturation. അപ്പോൾ കൊടുക്കുന്ന BCCയുടെ ഫലത്തിൽ Q1 ചാർജ് ആകാം, Q2 കട്ട് ഓഫ് ആകാം, പിന്നീട് Q2 ചാർജ് ആകാം, സാച്ചുറേഷൻ ആകാം, Q1 കട്ട് ഓഫ് ആകാം. ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓർത്തെഴുതുക അല്പം പ്രയാസമുണ്ട്. അപ്പോൾ ഓർക്കാൻ പറ്റുക, ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ആദ്യ ഒരു പാരഗ്രാഫും പിന്നെ അവസാനം ഒരു പാരഗ്രാഫ് പറയുന്നുണ്ട്, അത് എഴുതിയാലും മാർക്ക് കിട്ടും. അല്പം ഒന്ന് ഇലാബറേറ്റ് ചെയ്താൽ മതി. Hence the output voltage and the output waveform are formed by the alternate switching of the transistors Q1 and Q2. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ Q1 Q2 മാറി ഓൺ ആൻഡ് ഓഫ് ആകുകയാണ്. alternate switching ഓൺ ആൻഡ് ഓഫ് ആകുകയാണ്. The time period of these on or off states depends upon the values of biasing resistors and capacitors. അപ്പോൾ ഇതിനകത്ത് മെയിൻ റോള് ഈ RC സർക്യൂട്ടിനാണ്. RC ടൈം കോൺസ്റ്റൻറ്റ് വെച്ചിട്ടാണ് വേവ് ഫോം ജനറേറ്റ് ചെയ്യുന്നത്. RC നമുക്കറിയാമല്ലോ, CR എന്ന് പറയുന്നത് C ഫാരഡിലും R ഓമിലും എടുത്താൽ ഫാരഡിൻ്റെ ഓം അത് ടൈമിൻ്റെ യൂണിറ്റാണ്. ആ സെക്കൻഡായിട്ട് വരുന്ന യൂണിറ്റ് അത് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് on the RC values, C മോളിൽ നേരെ on the RC values used, as both the transistors are operated alternately, the output is a square waveform with the peak amplitude of VCC. അപ്പോൾ ഇങ്ങനെ മാറി തുല്യമായിട്ട് ഒരുപോലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് നമുക്കൊരു സ്ക്വയർ വേവ് ഫോമാണ്. ആ സ്ക്വയർ വേവ് ഫോമിൻ്റെ പൾസ് വിടുത്ത് തീരുമാനിക്കുന്നത് CR വാല്യൂ ആയിരിക്കും, C/R വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താണ് വേവ് ഫോം കിട്ടുന്നത് നോക്കുക. വേവ് ഫോംസ്, ദി ഔട്ട്പുട്ട് വേവ് ഫോംസ് അറ്റ് ദി
collectors of Q1 and Q2 are shown in the following figures. അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് കാണിക്കുന്നുണ്ടോ? Q1 Q2 കിട്ടുന്ന വേവ് ഫോമാണ്. അപ്പോൾ ഏതെങ്കിലും നമുക്കൊരു വേവ് ഫോം മതി, സ്ക്വയർ വേവ് ഫോം. ഒന്നെങ്കിൽ Q2 എടുക്കാം അല്ലെങ്കിൽ Q1 നിന്ന് എടുക്കാം. അപ്പോൾ അതിൻ്റെ വേവ് ഫോം നോക്കി, ആദ്യത്തെ വേവ് ഫോമാണ് അത് VC1, ഒന്നാമത്തതിൻ്റെ ട്രാൻസിസ്റ്ററിൽ നിന്ന് എടുക്കുന്നത്, താഴെ രണ്ടാമത്തിൻ്റെ ട്രാൻസിസ്റ്റർ എടുക്കുന്നതാണ്. അതിൻ്റെ വോൾട്ടേജ് ആ സ്ക്വയർ വേവ് ഫോമാണ്. ഫസ്റ്റിൽ ഒന്നാമത്തതിൻ്റെ ആ VC1ൻ്റെ വോൾട്ടേജ് മാറുന്നത് സ്ക്വയർ വേവാണ്, VC2 വോൾട്ടേജും സ്ക്വയർ വേവ് ഫോമാണ്. അപ്പോൾ അതിൽ ആ കണ്ടക്ഷൻ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ആ ലൈൻ നമ്മൾ മേപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് കർവിൽ ഒരു ക്രസ്റ്റ്, പിന്നെ ആ ഒരു ട്രഫ്, പിന്നെ ക്രസ്റ്റ്, അല്ലെങ്കിൽ ലോ ഹൈ എന്ന ഫസ്റ്റ് ഗ്രാഫ് പോകുന്നത്. സെക്കൻഡിൽ ഹൈ ലോ എന്ന മോഡലാണ് പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഗ്രാഫിൽ ലോ എടുക്കുകയാണെങ്കിൽ, ലോ എന്ന് പറഞ്ഞാൽ 0, ഹൈ എന്ന് പറഞ്ഞാൽ 1. ലോ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് മോളിൽ കാണിച്ചിട്ടുണ്ട്, അവിടെ Q1 ഓണാണ്, Q2 ഓഫാണ്. രണ്ടാമത്തെ പടത്തിൽ എന്താണ്, Q1 ഓഫാണ്, Q2 ഓണാണ്. മൂന്നാമത്തിൽ എന്താണ്, Q1 ഓണാണ്, Q2 ഓഫാണ്. അങ്ങനെ Q1 ആ മുകളിൽ നമ്മൾ ഓരോ ആ പീക്കിലും ഇങ്ങനെ ഓൺ ഓഫ് കാണിച്ചിരിക്കുകയാണ്. Q2 ഓൺ ഓഫ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്റർ വോൾട്ടേജ് VC1 ഔട്ട്പുട്ട് വോൾട്ടേജ് അത് ഫസ്റ്റ് സ്ക്വയർ വേവാണ്. രണ്ടാമത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് മറ്റൊരു സ്ക്വയർ വേവാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഔട്ട്പുട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ സെക്കൻഡ് വേവ്, നമ്മൾ ഏതെങ്കിലും ഒന്ന് എടുക്കാം. രണ്ടും സ്ക്വയർ വേവാണ്. ട്രാൻസിസ്റ്റർ Q2ൻ്റെ ഔട്ട്പുട്ട് എടുക്കാം, അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ Q1ൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. Frequency of oscillations. In the on time of transistor Q1 or the off time of transistor Q2 is given by T1 is equal to 0.69 R1 C1. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഇലക്ട്രോഡൈനാമിക്സിൽ ട്രാൻസിയൻ്റ് കറണ്ട് പഠിക്കും. അവിടെ LR സർക്യൂട്ടുണ്ട്, CR സർക്യൂട്ടുണ്ട്, LCR സർക്യൂട്ടുണ്ട്. അപ്പോൾ CR സർക്യൂട്ടിൽ ടൈം കോൺസ്റ്റൻറ്റ് കാണുമ്പോൾ അവിടെ ടൈം കോൺസ്റ്റൻറ്റ് അതിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡീക്കേ പഠിക്കുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ പറയും 1-1/E എന്നൊരു ടൈം പഠിക്കാറുണ്ട്. 1-1/E, 1-1/E സ്ക്വയർ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ 1-1/E കണ്ടാൽ 1-1/E അല്ലെങ്കിൽ 1/E കണ്ടാൽ ഈ 0.69 എന്നുള്ള മോഡൽ വരും. 1/E ഇപ്പോൾ 0.69. അപ്പോൾ ഈ 0.69 എന്നുള്ള വാല്യൂ നിങ്ങൾ പഠിക്കുന്നതാണ്. ഈ ട്രാൻസിയൻ്റ് ഫിനോമിന, ട്രാൻസിയൻ്റ് കറണ്ട്, വേരിയിങ് കറണ്ട്, അവിടെ CR സർക്യൂട്ടിൽ ഈ വാല്യൂ വരുന്നുണ്ട്. 1/E ഡിസ്ചാർജ് ടൈം, ചാർജ് ടൈം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ T1ൻ്റെ ഇക്വേഷൻ 0.69 R1 C1 ആണ്. അതേപോലെ C2 ഓഫ് ടൈം. സിമിലർലി ദ ഓഫ് ടൈം ഓഫ് ട്രാൻസിസ്റ്റർ Q1 or on time of transistor Q2 is T2 is 0.69 R2 C2. ഇങ്ങനെ വരും. അപ്പോൾ ടോട്ടൽ ടൈം എന്ത് കിട്ടുമെന്ന് നോക്കുക. യു സി ദ ടോട്ടൽ ടൈം. ഹെൻസ് എ ടോട്ടൽ ടൈം പീരിയഡ് ഓഫ് സ്ക്വയർ വേവ് സ്മോൾ t is equal to T1 plus T2, that is 0.69 R1 C1 plus 0.69 R2 C2. ഇവിടെ ഒരു കണ്ടീഷൻ കൂടി എഴുതി ചേർക്കണം. അവിടെ പറയുന്ന കണ്ടീഷനാണ് ആ കണ്ടീഷൻ. താഴെ കാണുന്ന കണ്ടീഷൻ തന്നെ എഴുതിയാൽ മതി. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് ക്ലാരിറ്റിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറയാം. As R1 is equal to R2 is R and C1 is C2 is C, the frequency is square wave. നേരിട്ട് ടൈമിൽ നിന്ന് ഫ്രീക്വൻസിയിലേക്ക് വരികയാണ്. അപ്പോൾ ടൈം ഒന്ന് കൂട്ടി കാണിക്കണം ഇവിടെ. R1 is R2 is Rഉം C1 is C2 C ആണെങ്കിൽ മുകളിലത്തെ ഇക്വേഷൻ T എന്ന് കിട്ടും നമുക്ക്. 0.69 RC plus RC. That is T is equal to 0.69 into 2RC എന്ന് വരും. അപ്പോൾ 0.69 2RC എന്ന് എഴുതി ചേർക്കുന്നത് നല്ലതായിരിക്കും. 0.69 into 2 എന്ന് പറഞ്ഞാൽ 1.38 ആണ്. അപ്പോൾ T is equal to 1.38 RC എന്ന് വരും. T is equal to 1.38 RC. അത്ര എഴുതിയ ശേഷം വേണം ഫ്രീക്വൻസിയിലേക്ക് വരാൻ. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന രീതിയിൽ ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് എഴുതി ചേർന്ന് നല്ലതായിരിക്കും. അപ്പോൾ എന്താണ്, R1 is R2 is R ആണെങ്കിൽ C1 is C2 C. Then T is equal to 0.69 RC plus RC. T is equal to 0.69 2RC. That is T is equal to 1.38 RC എന്ന് കൊടുക്കണം.
അപ്പോൾ ടി കിട്ടിയല്ലോ. therefore frequency of phase 1/t is equal to 1/1.38 RC, which is equal to 1/1.38 is 0.7. 0.7 by RC. That's the frequency of an astable multi-vibrator. Problem ചോദിക്കുന്ന ഇക്വേഷൻ കൂടിയാണ്, സിമ്പിളാണ്. Now, what are the advantages of a stable multivibrator? The advantages of using an astable multivibrator are the following. No external triggering required. External triggering pulse ആവശ്യമില്ല. Number 2, circuit design is simple. Circuit design വളരെ സിമ്പിളാണ്. ഇൻഎക്സ്പെൻസീവ്, ചിലവ് കുറഞ്ഞ ഒരു സർക്യൂട്ടാണ്. ക്യാൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ്ലി, തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. Disadvantages. The drawbacks of using an astable multivibrator are the following. Energy absorption is more within the circuit. സർക്യൂട്ടിനകത്ത് എനർജി അബ്സോർപ്ഷൻ കൂടുതലാണ്. കാരണം ഇതിനകത്ത് റെസിസ്റ്റേഴ്സ് 4 നമ്മൾ പ്രധാനമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവ കുറേ ചൂടായി എനർജി നഷ്ടപ്പെടും. ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ലോ എനർജി. ഔട്ട്പുട്ട് സിഗ്നലിന് എനർജി കുറവായിരിക്കും. നമ്പർ 3, ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡ്യൂട്ടി സൈക്കിൾ less than or equal to 50% can't be achieved. ഇപ്പോൾ 50% കുറവോ, ഡ്യൂട്ടി സൈക്കിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50%, അപ്പോൾ ഇതിൽ കുറവുള്ള വാല്യൂസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പ്രയാസമുണ്ട്. ആപ്ലിക്കേഷൻസ്. Astable multivibrators are used in many applications such as audio, amateur radio equipment, Morse code generators, timer circuits, allow circuits and TV systems. ഇവിടെയെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഒന്ന് ശരിക്കും പഠിച്ചുകൊള്ളണം. ക്വസ്റ്റ്യൻ ഇതാണ്. With a neat diagram, explain the action of AMV, astable multivibrator. Obtain expression for its frequency expression കണ്ടുപിടിക്കുക. പിന്നെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻ കൂടി ചേർത്ത് ചോദിക്കുക. ഒരു പ്രോബ്ലം ഇവിടെ കൊടുക്കുകയാണ്. In an AMV, in an astable multivibrator circuit, AMV circuit, R1 is R2 is equal to 10K, C1 is C2 is equal to 0.01 mu of R1 is equal to R2 is 1K. Find R1 is equal to R2 is equal to 10K. പിന്നെ RC1 അല്ലേ RC2, കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് 1K. R1 R2 is equal to 10K. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് R1 is equal to R2 is R3 is R4 അല്ല, ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കൂടെ വരുന്നത് 1K ആണ്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. അതേ പാർട്ട് മിനിമം വാല്യൂ ഓഫ് ട്രാൻസ്ഫർ ബീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം, മിനിമം വാല്യൂ. അപ്പോൾ ഇവിടെ കാണുന്ന എങ്ങനെ നോക്കുക. ഫ്രീക്വൻസി ഫേസ് 0.725 by RC എന്നുള്ളത് ആ 10K എന്നുള്ള വാല്യൂ വേണം എടുക്കാനായിട്ട്. 10K വാല്യൂ വേണം ഇവിടെ എടുക്കാൻ. R1 is R2 is equal to 10K ആണ്. ഇവിടെ C1 C2 is equal to 0.01 mu of ആണ്. അപ്പോൾ RC1 RC2വിനേക്കാൾ പ്രാധാന്യം ഈ R1 R2വിനാണ്. ആ വാല്യൂ ആണ് നമ്മുടെ ഫോർമുലയിൽ വരുന്നത്. അപ്പം അത് നമ്മൾ എടുക്കേണ്ടത് 10K എടുക്കണം. 10K. അപ്പോൾ 10K ഓം ആക്കുമ്പോൾ 10 to 10⁻3. പിന്നെ C എന്നുള്ളത് 0.01 mu ആണ് ഇൻറ്റു 10⁻⁻6. അപ്പോൾ അത് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 7.25 into 10⁻3 ഹെർട്സ്. പിന്നെ ബീറ്റ മിനിമത്തിൻ്റെ ഫോർമുല ഉള്ളത് ഇവിടെ പഠിക്കണം. R/RC ആണ്. ആ ബീറ്റ മിനിമം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് RC തന്നിരിക്കുന്നത്. അപ്പോൾ 10 into 10⁻1 into 10⁻3. RC തന്നിരിക്കുന്നത് 1K ആണ്. വീട്ടിപ്പോൾ 10 എന്ന് എഴുതും.
അപ്പോൾ ആ റെസിസ്റ്റൻസ് എടുത്തത് പ്രത്യേകം ഒന്ന് സൂക്ഷിച്ചുകൊള്ളണം. നമ്മുടെ ഫോർമുലായി നോക്കി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ R1 ഈസ് R2 ഈസ് R എന്ന് R1 R2 മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ R3 R4 വരുന്നില്ല. R3 R4 ആണ് അവിടെ ഈ RC1 RC2 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ R1 R2വിനാണ് ഇമ്പോർട്ടൻസ്. ഫോർമുല നോക്കുക. That is all with your 30th class. We continue our topic. Thank you very much.